ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്ന അറിയിപ്പാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 29 നടക്കാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവിടുന്നതായിരിക്കും. നിലവിലെ സൂചനകൾ പ്രകാരം 2200 മുതൽ 2500 വരെയുള്ള വർധനവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനത്തെ ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കുറച്ച് വൈകുമെന്ന വാർത്തകളും വരുന്നുണ്ട്. ഈ മാസം 2000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്കായുള്ള കടമെടുപ്പ് നടക്കുന്നത് കൊണ്ട് കുറച്ച് വൈകി ജനുവരി 26 മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ജനുവരി 29 സംസ്ഥാന ബജറ്റിന് മുമ്പായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്നതാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അറിയിപ്പ്. അതേസമയം അർഹതയുള്ള വ്യക്തികളെ കൃത്യമായിട്ട് കണ്ടെത്തി ആനുകൂല്യങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അനർഹമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന സോഷ്യൽ ഓഡിറ്റ് പോലെയുള്ള നടപടിക്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇതെല്ലാം പാലിച്ച് കൃത്യമായിട്ട് മുൻപോട്ട് പോകുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാവർക്കും തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ തുകയും വൈകാതെ ലഭിക്കും. നിലവിൽ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വർഷം തോറും ഹാജരാക്കേണ്ടതുണ്ട്. അതിൻ്റെ പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആണ്. അത് മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ മസ്റ്ററിംഗ് ടൈമായവർ കൃത്യമായിട്ട് മസ്റ്ററിംഗ് ചെയ്യുക. ആ രേഖയോടൊപ്പം ആധാറിൻ്റെ ഒരു കോപ്പി കൂടി സമർപ്പിക്കണം. അതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ മിക്ക ആളുകളോടും അറിയിച്ചിട്ടുണ്ട്. ആ അറിയിപ്പ് വന്നവർ അത് സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. നമുക്ക് പെൻഷൻ അപ്ഡേറ്റുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറുടെ സഹായം തേടാവുന്നതാണ്. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് ടു വർക്ക് പദ്ധതിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങി. പദ്ധതി തുടങ്ങിയ ഒരു ദിവസം കൊണ്ട് തന്നെ 9861 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ബുധനാഴ്ചയാണ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. തൊട്ടടുത്ത ദിവസം തന്നെ അതുവരെ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ 10,000 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു. എല്ലാവർക്കും പ്രതിമാസ ഗഡുവായ 1000 രൂപ വീതം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. എന്നാൽ 9861 പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലെ സാങ്കേതിക തടസ്സം മൂലം തുക ക്രെഡിറ്റ് ആയിട്ടില്ല. തടസ്സം പരിഹരിക്കുന്ന മുറയ്ക്ക് ഈ അക്കൗണ്ടുകളിലും തുക എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. പഠനം കഴിഞ്ഞ് തൊഴിലിനായി തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നേടുന്നവരുമായ യുവജനങ്ങൾക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ ശ്രമം തുടരുന്നതിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനാണ് കണക്ട് ടു വർക്ക് പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്ത കുടുംബങ്ങളിലെ യുവാക്കൾക്കാണ് പദ്ധതിയിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കേരളത്തിലെ സ്ഥിരതാമസക്കാർക്കാണ് സഹായത്തിന് അർഹത. 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കഴിയാത്തവരുമായവർക്ക് അപേക്ഷ നൽകാം. അടുത്ത അറിയിപ്പ്. തുടർച്ചയായ 4 ദിവസം ബാങ്ക് അവധി വരുന്നതിനാൽ ഇടപാടുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുക. നാളെ, അതായത് ജനുവരി 24 മുതൽ ജനുവരി 27 ചൊവ്വാഴ്ച വരെയാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക. ജനുവരി 24 നാലാം ശനി, 25 ഞായർ, 26 റിപ്പബ്ലിക് ദിനം എന്നിവ ബാങ്കുകൾക്ക് അവധിയാണ്. ഇതിന് പിന്നാലെ ജനുവരി 27 ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്കുമാണ്. ഇതാണ് തുടർച്ചയായ അവധി ദിനങ്ങൾ വരാൻ കാരണം. തുടർച്ചയായി 4 ദിവസം അവധി വരുന്നതോടെ ബാങ്ക് ഇടപാടുകൾ നടത്താനാവില്ല. ATMകൾ പ്രവർത്തിക്കുമെങ്കിലും പണിമുടക്ക് ദിവസം പണം നിറക്കുന്ന ജോലികളിൽ തടസ്സം നേരിട്ടേക്കാം. അതിനാൽ പണം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കിലേക്ക് കടക്കുന്നത്. ജനുവരി 27 രാജ്യവ്യാപക പണിമുടക്ക് നടത്തുമെന്ന് ബാങ്ക് ജീവനക്കാരുടെ സംഘടന അറിയിച്ചിട്ടുമുണ്ട്. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിൻ്റെ നേതൃത്വത്തിലാണ് ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക്. നിലവിൽ ഞായറാഴ്ചകൾ കൂടാതെ ഓരോ മാസവും 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചകളിലാണ് ബാങ്ക് ജീവനക്കാർക്ക് അവധിയുള്ളത്. എല്ലാ ശനിയാഴ്ചകളും അവധിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.